ഇംഗ്ലീഷ് ഫീലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സസ് കംപ്ലീറ്റായി പഠിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിലെ 4ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവർക്കും ടെൻസസ് അറിയാം, ആക്സിലറി വേർബ്സ്, മോഡൽ ആക്സിലറി വേർബ്സ് എല്ലാം അറിയാം. എന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, എന്നാൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നൊരു പ്രോബ്ലം വരാണ്ട്. ഏത് ടെൻസ് എവിടെ ഉപയോഗിക്കണം എന്നുള്ളൊരു ഇഷ്യൂ എല്ലാവർക്കും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചായിരിക്കും നോക്കുന്നത്. ഇന്ന് വെറൈറ്റി ആയിട്ട് ഞാനൊന്നും പഠിപ്പിക്കുന്നില്ല, സെയിം തന്നെയാണ്. പക്ഷേ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കും. നമുക്ക് എന്തുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റാത്ത ഒന്ന്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല, നമ്മൾ സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഇഷ്യൂ ആണ്. പിന്നെ നമ്മൾ കൂടുതലും എന്ത് ചെയ്യും, നമ്മൾ കൂടുതലും കറക്റ്റാക്കാൻ വേണ്ടി ഓവർ തിങ്ക് ചെയ്യും. ഓവർ തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും, നമുക്ക് സംസാരിക്കുമ്പോൾ തെറ്റിപ്പോവും, പിന്നെ സ്റ്റാമർ വരും, പിന്നെ കോൺഫിഡൻസ് ഇല്ലാണ്ടാവും, പിന്നെ നിങ്ങൾ സംസാരം മാറ്റിയിട്ട് ഇംഗ്ലീഷ് മാറ്റിയിട്ട് നിങ്ങളുടെ മാതൃഭാഷയിലോട്ട് വരും. അതാണ് നമ്മുടെ ഇഷ്യൂ. അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച് തന്നെ പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അമേരിക്കയിലോ ലണ്ടനിലോ പോയി നിന്നിട്ട് അവിടെ നിന്ന് കേൾക്കുക, അവർ പറയുന്നതനുസരിച്ച് പറയുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. നമ്മൾ ഗ്രാമറോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ പഠിച്ചാൽ മതിയാവുള്ളൂ, എന്നാൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അതർവൈസ് നമുക്കിവിടെ എന്താ പറയുക, ഒരു സറൗണ്ടിങ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഗ്രാമറും സെൻറ്റൻസ് സ്ട്രക്ചറും ഒക്കെ പഠിച്ചേ മതിയാവുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് പഠിക്കണം. പക്ഷെ പഠിച്ചിട്ട് നമ്മൾ ഓവർ തിങ്ക് ചെയ്യരുത്. ഓവർ തിങ്ക് ചെയ്യാതെ നമുക്ക് എങ്ങനെ പഠിക്കാം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസൻറ്റ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എവിടെയൊക്കെ ഉപയോഗിക്കാം. നമുക്കറിയാം എല്ലാവർക്കും എവിടെയൊക്കെ ഉപയോഗിക്കണമെന്ന്. പക്ഷേ ഇന്ന് ഞാൻ തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരിക്കും പറഞ്ഞു തരിക. എന്ന് പറഞ്ഞാൽ നമ്മൾ കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്ത് പഠിക്കും. അതായത് ഏത് കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമുക്ക് ചിന്തിക്കേണ്ട പ്രസൻറ്റ് ടെൻസ് ആണോ ഉപയോഗിക്കേണ്ടത്, പാസ്റ്റ് ടെൻസ് ആണോ ഉപയോഗിക്കേണ്ടതെന്ന് ചിന്തിക്കേണ്ട. നമ്മൾ സെൻറ്റൻസ് നോക്കിയിട്ട് പിന്നെ അതിന് പ്രസൻറ്റ് ടെൻസ് ആണോ നോക്കണം, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണോ നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് വരും, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കോണ്ടെക്സ്റ്റ് പഠിക്കണം. അതാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. അതിന് നമ്മൾ കോണ്ടെക്സ്റ്റ് ചെയ്യും. കോണ്ടെക്സ്റ്റ് ബേസ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകും. നോക്കിക്കോളൂ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എവിടെയൊക്കെ ഉപയോഗിക്കാമെന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ടു എക്സ്പ്രസ് എ ഹാബിച്വൽ ആക്ഷൻ ഉപയോഗിക്കാം. എന്നിട്ട് എക്സ്പ്രസ് ജനറൽ ട്രൂത്ത്സിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഫിക്സ്ഡ് ടൈം ടേബിൾ ഓർ ഫിക്സ്ഡ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെയോ ഇറ്റ് ഈസ് യൂസ് ടു ഇൻട്രൊഡ്യൂസ് കൊട്ടേഷൻ. ഇത്രയും കാര്യങ്ങൾക്കാണ് നമുക്ക് ഉപയോഗിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു സെൻറ്റൻസ് വരുമ്പോൾ നിങ്ങൾ ഇത് ചിന്തിക്കാറുണ്ടോ, ഏത് ഹബിച്വൽ ആക്ഷനാണോ നമ്മൾ പറയുന്നത്, അതോ ജനറൽ ട്രൂത്ത് ആണോ പറയാൻ പോകുന്നത്? നമുക്കറിയില്ല, നമ്മൾ അത് ചിന്തിക്കുന്നൊന്നുമില്ല. നമ്മൾ മലയാളത്തിൽ നമ്മൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം നമുക്ക് പിന്നെ ടെൻസിൻ്റെ കാര്യം ഡൗട്ട് വരും. ഇങ്ങനെയാണോ പറയേണ്ടത്, അങ്ങനെയാണോ പറയേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ വരും അല്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് എന്നാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ടെൻസ് കംപ്ലീറ്റ് പഠിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ സ്ട്രക്ചർ പഠിപ്പിച്ചു. അർത്ഥം നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പക്ഷേ ഞാൻ സ്ട്രക്ചർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഐ സ്റ്റഡി ഇംഗ്ലീഷ് എന്നുള്ള നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഐ സ്റ്റഡി ഇംഗ്ലീഷ്, അതായത് വെർബ് 1 നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നതിന് ഐ സ്റ്റഡി ഇംഗ്ലീഷ് എന്ന് പറയും. ഇതിനകത്ത് ആർക്കും ഡൗട്ടില്ലെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നിങ്ങളെല്ലാവരും ഇത് ഹബിച്വൽ ആക്ഷൻ ഉപയോഗിക്കും, ജനറൽ ട്രൂത്തിന് ഉപയോഗിക്കുമെന്ന് എല്ലാവർക്കും അറിയാം, എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ഇനി പഠിക്കേണ്ടത് ഇത് ഏത് കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കാമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, 1 by 1 ആയിട്ട് നോക്കാം. കുറച്ച് 2-3 കാര്യങ്ങളോട് സിമ്പിൾ പ്രസൻറ്റിൽ പറയാനുണ്ട്, അതും ഞാൻ പറഞ്ഞു പോകും. ഓക്കെ, ഇപ്പോൾ ടു എക്സ്പ്രസ് എ ഹാബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹാബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഡെയിലി സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളല്ലേ, നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഹാബിച്വൽ ആക്ഷൻ എന്ന് പറയാം. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യരുത്, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകരുത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ഹാബിച്വൽ ആക്ഷൻ എന്ന് പഠിച്ചു വെച്ചിരുന്നത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന പ്രവൃത്തിയാണ്, നമുക്കറിയാം. പക്ഷേ നമ്മൾ ചിന്തിച്ചെടുക്കുമ്പോൾ നമുക്ക് 2-3 കാര്യങ്ങൾ ചിന്തിക്കണം. ഒന്ന്, ആദ്യം ഹാബിച്വൽ ആക്ഷനാണ് ചിന്തിക്കണം, പിന്നെ സെൻറ്റൻസിനെ അങ്ങോട്ട് മാറ്റണം. അപ്പോഴത്തേനും നമുക്ക് എന്ത് വരും, തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹാബിച്വൽ ആക്ഷൻ എന്താണെന്ന് ശരിക്കും നോക്കുക. ഹാബിച്വൽ ആക്ഷൻ എന്താ, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, ഡെയിലി സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് പറയാം, ഹാബിച്വൽ ആക്ഷൻ എന്ന് പറയാം അല്ലേ. ഇത് ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എന്ത് ചെയ്യുന്നോ ആ വേർഡ് അങ്ങോട്ട് ഇംഗ്ലീഷിൽ എടുക്കുക. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ 5 മണിക്ക് എണീക്കുന്നു, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇംഗ്ലീഷ് വേർഡ്സിൽ തന്നെ നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുക. 5 മണിക്ക് എണീക്കും എന്നുള്ളത് വേക്കപ്പ് അറ്റ് 5 o'clock എന്നാകും. അതിനെന്താ പറയണം, ഐ വേക്കപ്പ് അറ്റ് 5 o'clock എന്ന് പറഞ്ഞാൽ എന്തായി, നമ്മൾ ഡെയിലി 5 മണിക്ക് എണീക്കുമെന്നാണ്. അതിനർത്ഥം എന്താ,
നമ്മൾ സ്ഥിരമായിട്ട് 5 മണിക്ക് എണീക്കാറുണ്ടെന്നാണ് അതിനർത്ഥം. മനസ്സിലായോ? ഇങ്ങനെ നിങ്ങൾ പഠിക്കണം. അല്ലാതെ അതിനർത്ഥം ഞാൻ 5 മണിക്ക് എണീക്കാറുണ്ട് അതിനർത്ഥം പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ സ്ഥിരമായി എണീക്കുന്ന കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത്. അത് നമുക്കറിയാം. അപ്പം നമ്മൾ ഡെയിലി 5 മണി, ഇപ്പോൾ ഒരാളോട് നമ്മൾ പറയാണ് ഐ വേക്കപ്പ് അറ്റ് 5 o'clock ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്താ അതിനർത്ഥം? നമ്മൾ സ്ഥിരമായി 5 മണിക്ക് എണീക്കുമെന്നാണ് അതിനർത്ഥം. അതിന് റെഗുലർലി ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. ഇംഗ്ലീഷ് അറിയാവുന്ന ആളാണെങ്കിൽ അയാൾക്ക് മനസ്സിലാവും നിങ്ങൾ റെഗുലറായിട്ട് എണീക്കും എന്നതാണ് അതിനർത്ഥം. മനസ്സിലായോ? വേറൊന്നും നിങ്ങൾ കൺഫ്യൂസ് ആക്കേണ്ട, ഇത് മാത്രം ചിന്തിച്ചാൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ ഹാബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നു? ഡെയിലി രാവിലെ കോഫി കുടിക്കും. ഐ ഡ്രിങ്ക് കോഫി എവറി ഡേ എന്ന് പറയാം. അല്ലെങ്കിൽ ഐ ഡ്രിങ്ക് കോഫി എവറി മോർണിംഗ് എന്ന് പറയാം. മനസ്സിലായോ? ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ ഐ ഡ്രിങ്ക് കോഫി ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാലും അതിനർത്ഥം എല്ലാ ദിവസവും രാവിലെ ഞാൻ കാപ്പി കുടിക്കുമെന്ന് തന്നെയാണ് അർത്ഥം. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കേണ്ടത്. ഇനി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇനി ഞാൻ ഡെയിലി ഓഫീസിൽ പോകാറുണ്ട്. ഐ ഗോ ടു ഓഫീസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും ഓഫീസിൽ പോകാറുണ്ടെന്നാണ് അർത്ഥം. അതിനകത്ത് വേറൊരു അർത്ഥവും വരത്തില്ല. നമ്മൾ ഡെയിലി പോകുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് നമുക്കറിയാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമ്മൾ ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കാം. നമ്മൾ സ്ട്രക്ചർ തെറ്റിക്കരുത്. അപ്പം ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രക്ചർ അറിയാം. V1 പറയണമെന്നറിയാം. നമ്മൾ ആദ്യം സബ്ജക്റ്റ് പറയും, പിന്നെ V1 പറയും, പിന്നെ എന്ത് പറയും? ഓബ്ജക്റ്റ് പറയും. അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഒരു കാര്യം ഇത് ഹാബിച്വൽ ആക്ഷൻ ആണോ, ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യമാണ്, പിന്നെ ഞാൻ രാവിലെ എഴുന്നേക്കും, അതിനെ പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുക, അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. ഇംഗ്ലീഷ് ഈസി ആയിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ തിങ്ക് ചെയ്യാൻ ശ്രമിക്കും. ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യുന്ന എങ്ങനെ? നമ്മൾ ഇംഗ്ലീഷ് വേർഡ്സ് ഓർത്തെടുക്കുക. നമ്മൾ എണീക്കുക എന്നുള്ളത്, രാവിലെ ഉറക്കം എണീക്കുക എന്നുള്ളത് വേക്കപ്പ് എന്നാക്കുക. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ആ രീതിയിൽ പഠിച്ചു പോകുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് കൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കിയോളൂ. ഐ പ്ലേ ഹോക്കി എവറി ഈവനിങ്. കണ്ടോ? എല്ലാ ദിവസവും കളിക്കുന്നു. ഐ പ്ലേ ഹോക്കി ഇൻ ദ ഈവനിങ് എന്ന് പറഞ്ഞാലും അതിനർത്ഥം ഞാൻ എല്ലാ ദിവസവും ഹോക്കി കളിക്കും എന്ന് തന്നെയാണ്. പിന്നെ എവറി ഈവനിങ് എന്നിട്ടേക്കുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരായിരിക്കും. കണ്ടോ? ഇവിടെ കണ്ടോ V1 വന്നിട്ടുള്ളൂ. പ്ലേ V1 ആണ്. ഐ സ്റ്റഡി ഇംഗ്ലീഷ് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചറായി. അല്ല സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്ട് പ്ലസ് അങ്ങനെയൊന്നും ഓർക്കണ്ട. മനസ്സിലായോ? അങ്ങനെ ഓർത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഐ സ്റ്റഡി ഇംഗ്ലീഷ് എന്നുള്ള ഒരു സെൻറ്റൻസ് ഓർത്ത് വെക്കുക. അത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഐ സ്റ്റഡി ഇംഗ്ലീഷ് എന്നുള്ള ഒരു സെൻറ്റൻസ് ഓർക്കുക. അതിനനുസരിച്ച് ഐ പ്ലേ ഹോക്കി. അത്രേ ഉള്ളൂ. ഐ പ്ലേ ഹോക്കി ഇൻ ദ ഈവനിങ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ ഹോക്കി കളിക്കും എന്നതാണ് അതിനർത്ഥം. എവറി ഈവനിങ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും സെയിം തന്നെയാണ് മീനിങ്. ഇത് നിങ്ങൾക്ക് തെറ്റിപ്പോകാണ്ടിരിക്കാൻ എഴുതിയെന്നേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഹി ഡ്രിങ്ക്സ് ടീ എവറി മോർണിംഗ് അല്ലേ? ഹി ഡ്രിങ്ക്സ് ടീ എവറി മോർണിംഗ്. എല്ലാ ദിവസവും അവൻ ചായ കുടിക്കാറുണ്ട്. ഷീ ഗെറ്റ്സ് അപ്പ് എവറി ഡേ അറ്റ് 5 o'clock. ഷീ ഗെറ്റ്സ് അപ്പ് അറ്റ് 5 o'clock എന്ന് പറഞ്ഞാലും 5 AM എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. എവറി ഡേ എന്ന് പറഞ്ഞില്ലെങ്കിലും അതിനർത്ഥം എന്താണ്? ഷീ ഗെറ്റ്സ് അപ്പ് അറ്റ് 5 AM എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൻ എന്നും 5 മണിക്ക് എണീക്കാറുണ്ടെന്നാണ്. മനസ്സിലായല്ലോ? വി ഗോ ടു ഓഫീസ് എവറി ഡേ. വി ഗോ ടു ഓഫീസ് എന്ന് പറഞ്ഞാലും അതിനർത്ഥം നമ്മളെന്നും ഓഫീസിൽ പോകാറുണ്ട്. ഇവിടെ നമ്മളെന്ത് പറഞ്ഞു? ഹാബിച്വൽ ആക്ഷനാണ്. സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയണമെന്ന് പറഞ്ഞു. ഓക്കെ. ഇനി നമ്മൾ അപ്പോൾ ഹാബിച്വൽ ആക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നോക്കുമ്പോൾ ഹാബിച്വൽ ആക്ഷൻ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ജനറൽ ട്രൂത്ത്സ് ആണ്. ജനറൽ ട്രൂത്ത്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ യൂണിവേഴ്സൽ ട്രൂത്ത് എന്നും പറയാറുണ്ട്. അതായത് എപ്പോഴും സത്യമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കും? സിമ്പിൾ പ്രസൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കും. അതിനകത്ത് നമ്മളെപ്പോഴും പറയുന്ന കാര്യം സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? ഈസ്റ്റിലാണ് സൺ റൈസ് ചെയ്യുന്നത്, ഉദിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? സിമ്പിൾ പ്രസൻറ്റ്. എന്തുകൊണ്ടാണ്? അത് പാസ്റ്റിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്, പ്രസൻറ്റിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്, ഫ്യൂച്ചറിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ചേഞ്ചസ് ഇല്ല. അപ്പോൾ ചേഞ്ചസ് ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പം അതുകൊണ്ടാണല്ലോ ഹബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നടക്കുന്ന കാര്യങ്ങളല്ലേ. അതും ഇതും വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം സ്ഥിരമായി നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാവരും സത്യമെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ടു എക്സ്പ്രസ് ജനറൽ ട്രൂത്ത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഇതിനകത്ത് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആണ്. ഇവിടെ എന്തുകൊണ്ടാണ് റൈസസ് വന്നേക്കുന്നത്? ഞാൻ പറഞ്ഞു V1 ഉപയോഗിച്ചാൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് V1 ഉപയോഗിച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു റൈസസ് വന്നിട്ടുണ്ട്. റൈസസ് വരുന്ന വേറൊന്നും കൊണ്ടല്ല, ഇത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ, അതായത് നമ്മുടെ സിമ്പിൾ പ്രസൻറ്റിനകത്ത് മാത്രം വരുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ തേർഡ് പേഴ്സൺ സിംഗുലർ. മൂന്നാമതൊരാളെ കുറിച്ച് പറയുമ്പം അത് ഒരാളാണെങ്കിൽ, സിംഗുലർ ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? അത് കഴിഞ്ഞിട്ട് വരുന്ന വെർബിൽ എസ് അല്ലെങ്കിൽ ES കൊടുക്കുക. മനസ്സിലായോ? എസ് അല്ലെങ്കിൽ
ES കൊടുക്കണം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നാണ് പറയുക. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. മനസ്സിലായല്ലോ. ഇനി ഇതിനകത്ത് തേർഡ് പേഴ്സൺ സിംഗുലർ എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. തേർഡ് പേഴ്സൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ സൺ, ദ എർത്ത്, പിന്നെ ഹീ, ഷീ, ഇറ്റ്. ഹീ, ഷീ, ഇറ്റിനകത്ത് എന്ത് വരും? ഹീക്കകത്ത് രാമു, രാജു, രാജൻ ആര് വേണമെങ്കിലും വരാം. ഷീക്കകത്തോ എന്താ പ്രിയ, ആരുടെ പേര് വേണമെങ്കിലും, സ്ത്രീകളുടെ പേര് ആരുടെ പേര് പറഞ്ഞാലും സിംഗുലർ ആണെങ്കിൽ, ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ വെർബിൻ്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ചേർക്കണം. ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഭൂമി സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്നു. ഇന്ന് നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ, അത് സത്യമല്ലേ. ഹണി ഈസ് സ്വീറ്റ്, അത് മധുരമുള്ളത്, ഹണി മധുരമുള്ളതാണ് അല്ലേ, അത് നമുക്കറിയില്ലേ. ഈ സ്വീറ്റ് എന്ന് പറയുമ്പം നമ്മൾ ഈസിനെ ഇവിടെ മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. മെയിൻ വെർബായിട്ട് ഞാൻ ആദ്യം ഓക്സിലറി പഠിപ്പിച്ചപ്പോൾ നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ്. ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ്. അപ്പോൾ ഇങ്ങനത്തെ എന്താ സത്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, അതായത് യൂണിവേഴ്സൽ ട്രൂത്ത്, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാൻ പറ്റും. നമ്മളത് എന്ത് ചെയ്യണം? നമ്മൾ പാസ്റ്റോ പ്രസൻറ്റോ ഫ്യൂച്ചറോ ഒന്നും നോക്കണ്ട, എപ്പോഴും അതിനെന്തുണ്ട്? ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഇനി എ ഫിക്സ്ഡ് ടൈം ടേബിൾ ഓർ എ ഫിക്സ്ഡ് പ്രോഗ്രാം, ഇത് പറയാനും നമുക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ചിട്ട് നമുക്ക് ഇത് പറയാൻ സിമ്പിൾ പ്രസൻറ്റ് തന്നെ ഉപയോഗിക്കണമെന്നുണ്ടോ? ഇല്ല. സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിച്ച് തെറ്റാണോ? ഇല്ല. ഫിക്സഡ് ടൈം ടേബിളോ ഫിക്സഡ് പ്രോഗ്രാമാണ് പറയുന്നത്. ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് സിമ്പിൾ പ്രസൻറ്റ് പറഞ്ഞാലും തെറ്റില്ല എന്നതാണ് ഇവിടെ അർത്ഥം. നോക്കിക്കോളൂ. ദ നെക്സ്റ്റ് ട്രെയിൻ ഈസ് അറ്റ് 9 o'clock ടുമോറോ മോർണിംഗ്. നമുക്ക് ദ നെക്സ്റ്റ് ട്രെയിൻ വിൽ സ്റ്റാർട്ട് അറ്റ് 9 o'clock ടുമോറോ മോർണിംഗ് എന്ന് വേണമെങ്കിലും പറയാം, അതിലും ഒരു തെറ്റുമില്ല. ദ നെക്സ്റ്റ് ട്രെയിൻ വിൽ ബി അറ്റ് 9 o'clock, വിൽ സ്റ്റാർട്ട് എന്ന് അതും കറക്റ്റാണ്. സ്റ്റാർട്ട് വിൽ ബി എന്നാണ് കുറച്ചും കൂടി കറക്റ്റ്. ഇതിൻ്റെ കറക്റ്റ് അർത്ഥം കിട്ടണമെങ്കിൽ വിൽ ബി എന്ന് പറയണം. ദ നെക്സ്റ്റ് ട്രെയിൻ വിൽ ബി അറ്റ് 9 o'clock ടുമോറോ മോർണിംഗ് എന്ന് പറയാം. അതിനർത്ഥം എന്താ? നാളെ മോർണിംഗ് 9 മണിക്ക് അടുത്ത ട്രെയിൻ ഉണ്ട്. മനസ്സിലായില്ലേ? അടുത്ത ട്രെയിൻ നാളെ രാവിലെ 9 മണിക്കാണ് എന്നുള്ള അർത്ഥമാണ്. മണിക്കായിരിക്കും എന്നുള്ളതും വിൽ ബി എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വിൽ ബി എന്ന് എഴുതുന്ന സമയത്താണെങ്കിലും തെറ്റൊന്നുമില്ല. നമുക്ക് ഈ ഫിക്സഡ് ടൈം ടേബിളിനെ വേണമെങ്കിൽ സിമ്പിൾ പ്രസൻറ്റിൽ വേണമെങ്കിലും പറയാം, എന്നാൽ തെറ്റില്ല എന്നതാണ് ഇവിടെ അർത്ഥം. ഇത് തന്നെ പറയണം എന്നില്ല. മനസ്സിലായി? അതുകൊണ്ട് നിങ്ങൾ ഇത് ഒരുപാട് ഓർത്ത് തലപ്പുണ്ടാക്കണ്ട. മറ്റതിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഹാബിച്വൽ ആക്ഷൻ ആണെങ്കിലും നമ്മുടെ യൂണിവേഴ്സൽ ട്രൂത്ത് ആണെങ്കിലും അതെന്താ, അത് നമ്മൾ ആ സെൻറ്റൻസ് മാത്രം പറയുമ്പോൾ അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. എവറി ഡേ എന്ന് പറയുമ്പോൾ സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലാവും. അല്ലാതെ എവറി ഡേ എന്ന് പറയാതെ ഐ ഗോ ടു ഓഫീസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ പോകുന്നതാണ്. അവർ എവറി ഡേയുടെ അർത്ഥം എവറി ഡേ പറയേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഹാബിച്വൽ ആക്ഷനും എന്താ പറയുന്നത് യൂണിവേഴ്സൽ ട്രൂത്തും ഇത് എന്താ സിമ്പിൾ പ്രസൻറ്റിൽ തന്നെ പറയാം. ഇത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലും പറയാം എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്താ ദ നെക്സ്റ്റ് ട്രെയിൻ വിൽ ബി അറ്റ് 9 o'clock ടുമോറോ മോർണിംഗ് എന്നും പറയാം. അത് ഫ്യൂച്ചർ ടെൻസായി ഞാൻ ഇപ്പം നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് പഠിക്കുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. വേറെ ആരെങ്കിലും പറയുമ്പോൾ നമ്മൾ ഇനി അവർ പറയുന്നത് തെറ്റാണെന്ന് വിചാരിക്കേണ്ടെന്ന് ഓർത്തിട്ട് നമ്മൾ കേട്ടിട്ട് മറുപടി പറയണം. അതിന് വേണ്ടിയിട്ടാണ്. ദ മാച്ച് സ്റ്റാർട്ട്സ് അറ്റ് 8 o'clock. ദ മാച്ച് സ്റ്റാർട്ട്സ് അറ്റ് 8 o'clock. 8 മണിക്ക് മാച്ച് സ്റ്റാർട്ടാവും അല്ലേ? 8 മണിക്ക് സ്റ്റാർട്ടാകും എന്നാണ്. അത് ഫ്യൂച്ചറാണ്, ഫ്യൂച്ചറിൻ്റെ ഇതിലാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ദ മാച്ച് വിൽ സ്റ്റാർട്ട് അറ്റ് 8 o'clock. ഇവിടെ നോക്കൂ, ദ മാച്ച് സിംഗുലറാണ്. സിംഗുലറായപ്പോൾ എന്തോന്നു? സ്റ്റാർട്ട്സ് വന്നു സിമ്പിൾ പ്രസൻറ്റിൽ. ഇത് നിങ്ങൾ മറക്കരുത്. ഇത് ഗോൾഡൻ റൂളാണ് സിമ്പിൾ പ്രസൻറ്റിന്, ഇത് മറക്കാതിരിക്കുക. അപ്പോൾ ദ മാച്ച് വിൽ സ്റ്റാർട്ട് അറ്റ് 8 o'clock എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. ദ മാച്ച് സ്റ്റാർട്ട്സ് അറ്റ് 8 o'clock എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. നിങ്ങൾ ഇങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ കൺഫ്യൂസ് ആവണം. ഇനി ഞാൻ വില്ല് പറയണോ സ്റ്റാർട്ട്സ് പറയണോ അതൊന്നും നിങ്ങൾ നോക്കണം. വിൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാലും സ്റ്റാർട്ട്സ് എന്ന് പറഞ്ഞാലും കറക്റ്റാണ്, ഒരു ഫിക്സഡ് ടൈം ടേബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ. ദ ബസ് ലീവ്സ് അറ്റ് 5 PM. ബസ് എത്ര മണിക്ക് പോകും? 5 മണിക്ക് പോകും. അത് നമുക്ക് ദ ബസ് വിൽ ലീവ് അറ്റ് 5 PM. ദ ബസ് ഉണ്ടോ സിംഗുലർ ആണ്, അവിടെ നമ്മൾ ലീവ്സ് ഇട്ടിട്ടുണ്ട്. മനസ്സിലായല്ലോ? എസ് ചേർത്തിട്ടുണ്ട്. എസ് ചേർത്തിട്ടേ വരാവുള്ളൂ, അത് മറക്കരുത്. ദ ബസ് വിൽ ലീവ് അറ്റ് 5 PM എന്ന് പറഞ്ഞാലും കറക്റ്റാണ്, സെയിം തന്നെയാണ്. ദ ഹോട്ടൽ റീഓപ്പൺസ് അറ്റ് 3 PM അല്ലെങ്കിൽ ദ ഹോട്ടൽ വിൽ റീഓപ്പൺ അറ്റ് 3 PM. വില്ല് പറയുമ്പോൾ റീഓപ്പൺസ് എന്ന് പറയില്ലേ, റീഓപ്പൺ എന്നേ പറയുള്ളൂ. അത് നിങ്ങൾ ഓർത്തോണം കേട്ടല്ലോ. സിംഗുലർ ആകുമ്പം റീഓപ്പൺസ് വരും, അത് നിങ്ങൾ മറക്കാതിരിക്കുക. ഇനി അടുത്ത വേറൊരു കാര്യം എന്താ ഉള്ളത്? ഇറ്റ് ഈസ് യൂസ് ടു ഇൻട്രൊഡ്യൂസ് കൊട്ടേഷൻ. ആരെങ്കിലും പറഞ്ഞ കാര്യം അതുപോലെ തന്നെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? സിമ്പിൾ പ്രസൻറ്റിൽ ഉപയോഗിക്കാൻ പറ്റും. അത് ഒരാൾ സിമ്പിൾ പ്രസൻറ്റിൽ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ പറയുവാണെങ്കിൽ അതിന് നമുക്ക്
സിമ്പിൾ പ്രസൻറ്റിൽ ഉപയോഗിക്കാൻ പറ്റും. അതിലൊരു തെറ്റുമില്ല. അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് പറയേണ്ടി വരും. റിപ്പോർട്ട് സ്പീച്ച് അറിയാമെങ്കിലേ പറയാൻ പറ്റും. അതർവൈസ് നമുക്ക് ഭയങ്കര ഈസിയാണ് കൊട്ടേഷൻസ് ഇവിടെ സിമ്പിൾ പ്രസൻറ്റിൽ പറയാൻ. കീറ്റ്സ് സെയ്സ്, കീറ്റ്സ് പറയുന്നു എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ. എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ എന്ന് നമ്മളെ കീറ്റ്സ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം കീറ്റ്സ് സെയ്സ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയണം. അത് നമുക്ക് അടുത്ത് പഠിക്കാം, ഇനി കൺഫ്യൂസ് ആക്കണ്ട, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ കീറ്റ്സ് സെയ്സ് എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ. ഇനി ബേക്കൺ സെയ്സ് റീഡിങ് മേക്സ് എ ഫുൾ മാൻ. റീഡിങ് മേക്സ് എ ഫുൾ മാൻ എന്ന് ആര് പറയുന്നു? ബേക്കൺ പറയുന്നു എന്ന്. മനസ്സിലായോ? അപ്പം ഒരാൾ പറഞ്ഞ കാര്യം അതേപടി പറയാൻ നമുക്ക് സിമ്പിൾ പ്രസൻറ്റിനകത്ത് ഉപയോഗിക്കാം. അതിനകത്ത് നമ്മൾ ഇൻവെർട്ടഡ് കോമ ഇടണം. ഇൻവെർട്ടഡ് കോമ 2 കോമ മുകളിൽ വരണം കേട്ടോ. അത് ഞാൻ ആദ്യത്തിൽ ഇട്ടേക്കുന്ന തെറ്റാണ്. അത് 2 കോമ വരണം. ഒരു കോമയാണ് ഇട്ടേക്കുന്നത്. ഇൻവെർട്ടഡ് കോമാസ് ആണ് വരേണ്ടത്. അത് ഒരാൾ പറഞ്ഞ അതേപടി പറയുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ പറയണം. പറയുമ്പോൾ കുഴപ്പമില്ല. ബേക്കൺ സെയ്സ് റീഡിങ് മേക്സ് എ ഫുൾ മാൻ എന്ന് പറയും. ഓക്കെ, അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടാണ്. ഇത് നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങൾ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രസൻറ്റ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഐ സ്റ്റഡി ഇംഗ്ലീഷ് എന്നും, പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഐ എം സ്റ്റഡി ഇംഗ്ലീഷ് എന്നും പറഞ്ഞിട്ട് ഇതുപോലെ മൊത്തം നിങ്ങൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. എങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒറ്റ കാര്യം ഓർത്താൽ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെർബ് 1 വരുമെന്ന് നമുക്കറിയാം. പിന്നെ തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ കൂടെ എസ് വരുമെന്നും വെർബിൻ്റെ കൂടെ നമ്മൾ എസ് വരുമെന്നും നമുക്കറിയാം. ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ കോണ്ടെക്സ്റ്റിലാണ് പഠിച്ചത് അല്ലേ? എങ്ങനെ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാമെന്ന്. ഹാബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ഫിക്സ്ഡ് ടൈം ടേബിൾ, നമുക്ക് ഫിക്സ്ഡ് ടൈം ടേബിൾ സിമ്പിൾ പ്രസൻറ്റിൽ വേണമെങ്കിലും പറയാം, ഫ്യൂച്ചറിലും പറയാമെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ലാസ്റ്റ് ആരുടെയെങ്കിലും കൊട്ടേഷൻ, ആരെങ്കിലും പറഞ്ഞ കാര്യം അതേപടി പറയാൻ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. അപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു വെരി മച്ച്. സീ യു സൂൺ.